ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടെ സത്യമ്മയുടെ മരുമകളായിട്ട് ജീവിക്കണമെങ്കിൽ ജോലി വേണം, സഞ്ചരിക്കാൻ കാറ് വേണം, പരിചരിക്കാൻ അംഗരക്ഷകരും വേണം. ഇതൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഈ പാവം പിടിച്ച ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. ദേവി ഇത് ഉപദ്രവിക്കരുത്. ശ്യാമേ, ശാലിനിക്ക് സത്യമ്മ കൂടുതൽ പരിഗണന കൊടുക്കുന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഇനി ആർക്ക് പരിഗണന കൊടുത്താലും എനിക്കൊന്നുമില്ല. ഞാൻ അവിടുന്ന് എന്നേക്കുമായിട്ടാ ഇറങ്ങിയത്. ഡേ, സ്വന്തം കൂടപ്പിറപ്പിനോട് തന്നെ വേണോ നിനക്ക് പോരെടുക്കാൻ? ഹാ, അങ്ങനെ ആവുമ്പോഴാണല്ലോ വീട്ടിലിരിക്കുന്ന തന്തയ്ക്കും തള്ളയ്ക്കും വളർത്തുദോഷത്തിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നത്. എടി മോളെ, നീ എന്തിനാ ഞങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്നത്? അറിയാം, ഞാൻ തന്നെ എല്ലാവർക്കും സ്വസ്ഥതക്കേട് ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ ഇവിടെ ബുദ്ധി സാമർഥ്യം ഉള്ളവര്. ആ, അവര് ജീവിക്കട്ടെ, സുഖമായിട്ട് അങ്ങ് ജീവിക്കട്ടെ. ശ്യാമയ്ക്ക് ചിലപ്പോ അടുക്കള പണി എടുക്കാനായിരിക്കും യോഗം. ഫാനിന്റെ ചോട്ടിലെ കാറ്റും കൊണ്ട് ഫയല് നോക്കാനൊന്നും നമുക്ക് യോഗയില്ല. ശ്യാമേ, ഒരു തർക്കത്തിന് വേണ്ടി വന്നതല്ല ഞാൻ. മോളെ, നീ വീട്ടിലേക്ക് വരണമെന്ന് പറയാൻ വേണ്ടി വന്നതാ. ശ്യാമേ, നീ എന്റെ രണ്ടാമത്തെ മരുമകള് തന്നെയാ. നിന്നെ തടയാനോ മനഃപൂർവ്വം അവഹേളിക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചിട്ടില്ലേ? ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണോ പറയുന്നേ? ഈ പറയുന്ന സത്യാമ്മ തന്നെ എത്രയോ തവണ കുഞ്ഞേച്ചിക്ക് വേണ്ടി എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നറിയോ? എന്റെ മോളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞങ്ങളെ കണ്ടിരുന്നതും സത്യാമ്മ രണ്ടാം കണ്ണുകൊണ്ട് തന്നെയാ. ഒന്നാം സ്ഥാനം എന്നും എന്റെ കുഞ്ഞേച്ചിക്കും സത്യമോൾക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാ. എന്റെ പപ്പിമോൾ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് സത്യമ്മയ്ക്ക് സത്യോടാ കൂടുതൽ ഇഷ്ടമെന്ന്. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ? ആ കുഞ്ഞിനും കൂടി അങ്ങനെ തോന്നണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കോ? ശ്യാമേ, നീ ഇങ്ങനെ ഓരോന്ന് ഓർത്തോർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഒരിടത്തും എത്തില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ജീവിതമാ. പ്രശ്നങ്ങളൊക്കെ വന്നും പോയി എന്നൊക്കെ ഇരിക്കും. അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റൂ. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ. എല്ലാം നിന്റെ തോന്നലാണെന്ന് തന്നെ ഞാൻ പറയുന്നു. എനിക്ക് നീയും ശാലിനിയും ഒരുപോലെയാ. ഒരു വേർതിരിവും ഞാൻ മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അതെല്ലാം മറന്ന് തിരിച്ചു വിളിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ടില്ല. എന്നെ അവിടെ നിന്ന് രോഹിത് അടിച്ചിറക്കി വിട്ട്. രോഹിത് വന്ന് വിളിക്കട്ടെ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അപ്പൊ പറഞ്ഞോളാം. വിടമ്മേ. സത്യമ്മ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക ശാരദാമ്മേ.